ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നമ്മളുടെ സമൂഹത്തിലും നാട്ടിലൊക്കെ നമ്മൾ പൊതുവെ സ്വന്തമായി കാര്യങ്ങൾ നോക്കാൻ ത്രാണിയില്ലാത്ത, എന്നുവെച്ചാൽ സ്വന്തം കാര്യങ്ങൾ നമ്മൾ എന്താണ് പറയുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കാൻ ഫിനാൻഷ്യലായിട്ടുള്ള എബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ലാത്ത വ്യക്തികളെ നമ്മൾ പാപ്പരെന്നാണ് വിളിക്കുന്നത്. വ്യക്തികളും സ്ഥാപനങ്ങളും ഇല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ നമ്മൾ പാപ്പരായി, പോപ്പർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പം ഒരു സർക്കാർ ഇതുപോലുള്ളൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സർക്കാരും പാപ്പരായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച്, അല്ലെ ബിസിനസ്സുകളെ സംബന്ധിച്ച്, ബിസിനസ് നമുക്ക് നഷ്ടത്തിലാണ്, റണ്ണിങ് ഓൺ ലോസസ് എന്ന് പറയും. അല്ലേ? ഇപ്പം ഒരു ബിസിനസ്സിൻ്റെ റവന്യൂവിനേക്കാൾ കൂടുതൽ അതിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പെൻസസ് കൂടുതലാണെങ്കിൽ അത് നഷ്ടത്തിലാണ് ഓടുന്നത് നമ്മൾ ഉദാഹരണം പറയേണ്ടത്. ബിസിനസ്സിൽ നമ്മൾ എന്താണ് പറയുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഒന്നുകിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. റവന്യൂ കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ പ്രോഫിറ്റും, മറിച്ചാണെങ്കിൽ ലോസും ആയിരിക്കും. സ്ഥിരമായിട്ട് കുറേ വർഷങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കറിയാം റിക്കറിങ് ലോസ്, അക്യുമുലേറ്റഡ് ലോസ് ഇല്ലെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് 2, 3, 4, 5, 6 വർഷമായിട്ടൊക്കെ ലോസിൽ പോകുന്ന ഒരു സ്ഥാപനം മിക്കവാറും അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക്, ലിക്വിഡേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തും. ഒരു ബിസിനസ് സ്ഥാപനം ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അടച്ചുപൂട്ടുകയോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ ടേക്ക് ഓവറിനൊക്കെ അത് സാധ്യത വഴിതെളിക്കും എന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ഗവൺമെൻറ്റുകളുടെ കാര്യത്തിൽ ഗവൺമെൻറ് നഷ്ടത്തിലാണ് എന്ന് നമ്മളൊരു വാക്ക് ഉപയോഗിക്കാറില്ല. പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക് ബജറ്റുണ്ട്, ഡെഫിസിറ്റ് ഉണ്ട്, കമ്മിയാണ്. സംസ്ഥാനങ്ങളുടെ ബജറ്റ് കമ്മി അല്ലെങ്കിൽ വരുമാനത്തിൽ കമ്മിയാണ്. കൂടുതൽ എക്സ്പെൻഡിച്ചേഴ്സും വരുമാനം കുറവും. വരുമാനം കുറവെന്ന് പറഞ്ഞാൽ അത് വരുമാനം ഉണ്ടാക്കുന്നതല്ല, ചില ഫൈന്, ടാക്സ് ഇതുപോലുള്ള പിരിവുകളിൽ കൂടെ ഉണ്ടാക്കിയെടുക്കുന്ന റവന്യൂ ആണ്. അങ്ങനെയാണ് ഗവൺമെൻറ്റുകളുടെ റവന്യൂ, ആ വരുമാനം ഉണ്ടാകുന്നതല്ല. ബിസിനസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുകയല്ല, അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ ഈ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ലാതെ വരുമ്പോൾ അവരെ പാപ്പരായി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അപ്പോൾ അങ്ങനെ പാപ്പരത്വം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് നമുക്ക് ഉള്ളത് എന്ന് നമ്മുടെ ഡേറ്റ അല്ലെങ്കിൽ ഇല്ലേ, നമുക്കതിനുള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും കേരളത്തിന് കടമെടുക്കാതെ മുമ്പോട്ട് പോകുവാൻ രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സെൽഫ് സഫീഷ്യൻസി ഇല്ലെന്ന് നമുക്കറിയാം. കേന്ദ്രം എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഒട്ടേറെ നിരവധി, അത് ഔദാര്യമൊന്നുമല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നമ്മളുടെ ഓരോ സ്റ്റേറ്റിനും അവകാശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാവുന്ന സഹായങ്ങളും ഗ്രാൻസ്, ലോൺസ് ഇതൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രക്രിയയിൽ കൂടെ അല്ലാതെ കേരളത്തിൻ്റെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ള അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ ഒത്തിരി നാളുകൊണ്ട് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഏകദേശം ഈ ഒരു ഫിസിക്കൽ ഇയർ തീരാൻ പോവുകയാണ്. ഇനി 3 മാസം കാലയളവേ ഉള്ളൂ. അപ്പോൾ ഈ കേരളത്തിന് വേണ്ട ഏകദേശം 35,000 കോടിയിലേറെ രൂപ വേണം. അവിടെ അന്നേരം കേന്ദ്രം 55,944 രൂപയുടെ ഒരു വെട്ടിക്കുറവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കേരളത്തെ ശരിക്കും എന്താ പറയുന്നത്, ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. കാരണം ഇത്രയും രൂപ നമുക്ക് വെട്ടിക്കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ക്ഷേമ പെൻഷനൊക്കെ അടുത്തിടയ്ക്ക് 2,000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് സംസ്ഥാനത്തിൻ്റെ ട്രഷറിയിൽ ഉണ്ടാക്കി വെക്കുന്ന ബർഡൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെറും ക്ഷേമ പെൻഷൻ എന്ന് പേര് ഉണ്ട്, പക്ഷേ ശരിക്കും ഇതൊരു ജനങ്ങളുടെ ആവശ്യത്തെ ഞാൻ നിരാകരിക്കുന്നില്ല. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പം സാധാരണക്കാരായിട്ടുള്ള പിന്നെ എന്താണ് പറയുന്നത്, മറ്റു വരുമാനങ്ങളൊന്നുമില്ലാത്ത പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ 1,600 രൂപയോ അല്ലെങ്കിൽ 2,000 രൂപയോ ലഭിക്കുക എന്നുള്ളത്, ആ ഒരു കണ്ടീഷനെ ഞാൻ നിരാകരിക്കുകയല്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അൺപ്രൊഡക്റ്റീവായിട്ടുള്ള ഇതുപോലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് സോഷ്യലിസത്തിൻ്റെ പേരിൽ
ഈ വെൽഫെയറിസത്തിൻ്റെ പേരിൽ ഇങ്ങനെ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാക്കി വെക്കുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഇക്കോസിസ്റ്റം ഉണ്ടാക്കുക, ഇല്ലേ? എഡ്യൂക്കേഷൻ ബെറ്റർ ആക്കുക, ഹെൽത്ത് ബെറ്റർ ആക്കുക, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കുക. പിന്നെ പിന്നെ ഓൾഡ് ഏജിലുള്ള ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കുക, അവരെ കെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് വളരെ അത്യാവശ്യമാണ്. അതൊക്കെ വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ വെൽഫെയറിസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് കൂടുതൽ ബർഡൻ ഉണ്ടാക്കുന്നതല്ലാതെ മറ്റ് പ്രയോജനങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധി ആണിപ്പോൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏകദേശം അടുത്ത ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ട് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളാണ്. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് വികസന പ്രവർത്തനമാണ് അവർ ചെയ്യാൻ പോകുന്നത്. പെൻഷൻ കൊടുക്കുക, സാലറി കൊടുക്കുക, ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുക, ഇതുപോലുള്ള കരാർ ജോലിക്കാർക്കുള്ള പിന്നെ പെൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വികസന പ്രവർത്തനത്തിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു വാർ ഫൂട്ടിങ്ങിൽ ഇതൊക്കെ ഈ ഫിനിഷ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഇരുട്ടടി അല്ലെങ്കിൽ തിരിച്ചടി സംസ്ഥാന ഗവൺമെൻറ് കിട്ടുന്നത്. ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസത്തിൽ അനുവദിച്ചിരുന്ന കടമെടുപ്പ് പരിധിയാണ് ഇപ്പോൾ കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുന്നത്. അപ്പോൾ സാറിനെ നമുക്ക് ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%. അപ്പോൾ കേരളത്തിൻ്റെ GSDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും. നമ്മളെ GDP എന്ന് രാജ്യത്തിന് പറയുമ്പോൾ ഇത് സംസ്ഥാനങ്ങളുടെ GSDP എന്ന് പറയും, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് 14,27,145 രൂപയാണെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ 3%, 42,814 കോടി രൂപ കടമെടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് അനുവാദമുണ്ട്. അല്ലെ, അങ്ങനെ അനുവദിക്കണം എന്നായിരുന്നു കേരളത്തിൻ്റെ ഡിമാൻഡ്. പക്ഷേ ഇതിൽ 29,529 കോടി രൂപ ഡിസംബർ വരെയും ബാക്കി തുടർ മാസങ്ങൾ, ഈ പറഞ്ഞ 3 മാസങ്ങളിൽ, ഏറ്റവും അവസാന മാസങ്ങളായിട്ടുള്ള 3 മാസങ്ങളിൽ കടമെടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടമെടുപ്പിൽ ജാമ്യ വ്യവസ്ഥകളുടെയൊക്കെ പേരിൽ 3,300 കോടി രൂപ കേന്ദ്രം തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ റിഡംഷൻ ഫണ്ടൊക്കെ രൂപീകരിച്ചെങ്കിലും കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിച്ചില്ല. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ കടമെടുപ്പിൻ്റെ പരിധി എന്ന് പറയുന്നത്, നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%. അപ്പോൾ അതനുസരിച്ച് 42,814 കോടി രൂപ നമുക്കൊരു വർഷം, ഒരു ഫിസിക്കൽ ഇയറിൽ നമുക്ക് കടം എടുക്കാനുള്ള അനുവാദം ഉണ്ടാകണം. അപ്പോൾ അവിടെയാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ ഒരു സെറ്റ് ബാക്ക് ലഭിച്ചിരിക്കുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെ നമുക്ക് 12,515 കോടി രൂപ എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ GSDPയുടെ 3% എന്നുള്ള കണക്ക് വെച്ചിട്ട്. ഇപ്പോൾ അതിൽ 5,944 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുണ്ട് കേന്ദ്ര മന്ത്രാലയം. അപ്പോൾ അതിനുള്ള കത്തൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള ലെറ്ററൊക്കെ നമുക്ക് കേരളത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ബാക്കിയുള്ളത് 5,672 കോടി രൂപ മാത്രമേ. 5 5 10, 6 9 15, ഏകദേശം 12,515 കോടി രൂപയുടെ കടമെടുക്കലുള്ള സീലിങ്ങിൽ നമുക്ക് ഈ 5,944 രൂപ വെട്ടിക്കുറച്ചതിന് ശേഷം 5,672 കോടി രൂപ മാത്രം ഒരു മാസം നമുക്ക് ശരാശരി കടമെടുക്കാൻ കഴിയുമെന്ന്, അതായത് ഈ പറഞ്ഞ കടമെടുക്കാൻ കഴിയുന്ന പരിധിയിൽ നിന്ന് ഒരു മാസം 2,200 കോടി രൂപ നമുക്ക് ഇപ്പോൾ അനുവദനീയമായിട്ടുള്ളൂ. കിഫ്ബിയും പെൻഷൻ കമ്പനിയും ഒക്കെ തന്നെ നേരത്തെ എടുത്ത വായ്പ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കേന്ദ്രം ഇപ്പോൾ ഈ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചിരുന്നു. കാരണം ഇതൊക്കെ ഇതിനകത്തിൽ ഈ അതിപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറഞ്ഞ രീതികളിലൊക്കെയുള്ള, ഒരുപക്ഷെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കേന്ദ്രത്തിൽ നിന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ പൊതുവെ ഇതുപോലുള്ള എന്താണ് പറയുന്നത് ആശയക്കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഇതുപോലുള്ള കടുംവെട്ട് നയങ്ങളുടെ ഒരു വിക്ടിമാണെന്നാണ് അവർ പൊതുവെ സംസാരിക്കാറുള്ളത്. ഇപ്പം കേരളം, ബംഗ്ലാദേശ് അല്ല, ബംഗാൾ, തമിഴ്നാട്, ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ പൊതുവെ
ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ ഫിനാൻഷ്യൽ റിലേഷനിൽ വളരെ അതൃപ്തി എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ആ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഇതുപോലുള്ള കേന്ദ്രത്തിൻ്റെ വെട്ടിക്കുറച്ചിലുകളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അതിർത്തികൾ രേഖപ്പെടുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്രം ഇതുപോലുള്ള നിലപാടുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ നയങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു വെട്ടിക്കുറയ്ക്കൽ കേരളത്തെ സംബന്ധിച്ച്, കാരണം കടം മേടിച്ച് മാത്രം ഇവിടുത്തെ ഷോ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന കേരളത്തിന് ഇത് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സംശയത്തിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആവശ്യമൊന്നുമില്ല. കാരണം അത് നമുക്കറിയാം. കാരണം പെൻഷൻ മുടങ്ങും, ശമ്പളം കൊടുക്കുന്നത് മുടങ്ങും, കരാർ ജോലിക്കാർക്കുള്ള പൈസകൾ കോടിക്കണക്കിന് കൊടുക്കാനുണ്ട്, അതെല്ലാം മുടങ്ങും. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള പൈസ കയ്യിലില്ലെങ്കിൽ ഇലക്ഷന് മുമ്പായിട്ട് ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് പരമാവധി വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കാനുള്ള സാധ്യതയും കേരള സർക്കാരിന് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക കേരള സർക്കാരിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ കേന്ദ്രത്തിൻ്റെ കയ്യും കാലും പിടിച്ച് ഈ 3 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ പിന്നെ കോടികൾ ഒപ്പിച്ചെടുത്ത് ഇവിടുത്തെ ഷോ റൺ ചെയ്യാനുള്ള പൊളിറ്റിക്കൽ എന്താ പറയുന്നത് ആക്യുമെൻ, പൊളിറ്റിക്കൽ സ്മാർട്ട്നെസ് നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എഫിഷ്യൻസി നമ്മൾ അറിയത്തില്ല, അതിനുള്ള ഒരു ആക്യുമെനൊക്കെ ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അവസാന മാസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഈ 3 മാസത്തെ കാര്യമാണ് പറയുന്നത്. നികുതിയുടെ പുറമെ 2000 കോടി രൂപയോളം കേരളത്തിന് ഓരോ മാസം അധികമായിട്ട് ചിലവാകാറുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എങ്ങനെ ഇപ്പം നമുക്കൊരു കമ്പനിയെ സംബന്ധിച്ച് ആ കമ്പനിയുടെ ചെലവുകൾ വളരെ കൂടുകയാണെങ്കിൽ ആ കൂടുന്ന ചെലവിന് കാരണക്കാരാണ് ശരിക്കും. കാരണം അതൊക്കെ മോണിറ്റർ ചെയ്യുകയും അതിനെ ഒരു സർവലൻസിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും എക്സ്പെൻസിനെ മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമർലി അത് തുടങ്ങുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ഫൈനാൻസ് മിനിസ്ട്രി ഉണ്ട്. ആ ഫൈനാൻസ് മിനിസ്ട്രിയുടെ കൂടി ഉത്തരവാദിത്വമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ചിലവുകൾ കൃത്യമായിട്ട് പിന്നെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരിക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മണി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു ഡെറ്റ് ട്രാപ്പിൽ, കടക്കെണിയിൽ ഈ പറഞ്ഞ സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ചെന്നെത്തും. അതിൻ്റെ ഒക്കെ നമുക്കറിയാം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഭരണങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ സോപ്പിനകത്തിൽ, സോപ്പ് എന്ന് പറഞ്ഞാൽ മേലെ തേക്കുന്ന സോപ്പല്ല, മറ്റൊരിടത്തല്ല. കാരണം ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ട്, ഫ്രീ ബീസ്, സോപ്സ്, ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയമാണല്ലോ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ചില സംസ്ഥാനങ്ങൾ ഇൻഡസ്ട്രിയലി അവർ ഇച്ചിരി മെച്ചപ്പെട്ടാണ്. തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കർണാടക എന്നൊക്കെ പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഇൻഡസ്ട്രിയൽ, പിന്നെ കേരളത്തെ അപേക്ഷിച്ച് ഇൻഡസ്ട്രിയൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഈ സംസ്ഥാനങ്ങളുടെ ഈ ഫൈനാൻസ് ഒക്കെ തന്നെ വളരെ പരിതാപകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ കടമെടുപ്പിലൂടെയാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കരാറുകാർക്കും ഒക്കെ തന്നെ ബില്ല് മാറി ഈ മാർച്ച് 31-നകം ആ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് കിട്ടേണ്ട പൈസ കേന്ദ്രത്തിൽ നിന്ന് വെട്ടിക്കുറച്ചത് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അത് നമ്മളുടെ ചെലവിനെ വളരെയധികം ഉയർത്തും. പിന്നെ നമുക്കറിയാം രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെല്ലാം അവരുടെ ധൂർത്തും ഇല്ലേ അധിക ചിലവ് എല്ലാം കൂടെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും സ്റ്റേറ്റിൻ്റെ ഫൈനാൻസ് വളരെയധികം നമുക്ക് എന്താണ് പറയുന്നത് ഈ കടമെടുപ്പിലൂടെ മാത്രമേ സാധ്യമാക്കി എടുക്കാൻ കഴിയൂ എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട സംഗതികളാണ്. 20,000 കോടി വേണം കരാറുകാർക്കെല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടി അവസാന ഭാഗത്തിൽ ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ. കരാറുകാരെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ, ഇപ്പോൾ റോഡ് പണിയുന്നവരുണ്ട്, പാലം പണിയുന്നവരുണ്ട്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പണിയുന്നവരുണ്ട്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകൾ ഏർപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം കരാറ് കോൺട്രാക്ട് വർക്കേഴ്സ് ഉണ്ട്, ചെറുതും വലുതായിട്ടുള്ള. അപ്പോൾ ഇവർക്കെല്ലാം മാർച്ച് 31-നകം അവരുടെ ബില്ലുകളെല്ലാം ക്ലിയർ ചെയ്ത് അക്കൗണ്ടെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണല്ലോ തീർച്ചയായും നടക്കുന്നത്. അതിന് ഏകദേശം 20,000 കോടി രൂപയോളം വേണം എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ശമ്പളവും പെൻഷനും കൊടുക്കണമെങ്കിൽ 15,000 കോടി രൂപ വേറെ വേണ്ടി വരും. അപ്പോൾ തന്നെ 35,000 കോടി രൂപയായി. ക്ഷേമ പെൻഷൻ 2,000 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഏകദേശം 10,000 ചില്ലാനും കോടി ഒരു മാസം വേണം. അപ്പോൾ 3 മാസം 30,000 ചില്ലാനും കോടി രൂപ വേണം.
അപ്പോൾ 20ഉം 15ഉം 35ഉം മൂന്നും ഏകദേശം 38-40 കോടി രൂപയ്ക്ക് അടുത്ത് അത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് എപ്പോഴാ? ഈ പറഞ്ഞ ഇലക്ഷനെ കണ്ടുകൊണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കണ്ടുകൊണ്ടാണ് ക്ഷേമ പെൻഷനുകളൊക്കെ 1600-ൽ നിന്നും 400 രൂപ കൂട്ടി 2000 ആക്കിയത്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഇതെല്ലാം ഈ 2-3 മാസത്തെ ഗഡുക്കൾ ഒറ്റയടിക്ക് എല്ലാവർക്കും കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഭാരിച്ച സാമ്പത്തിക ചെലവുകളും അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ ബർഡനും ശ്രീ കേരള സർക്കാരിൻ്റെ തോളിലുണ്ട് എന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒന്നും തന്നെ മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കരാറുകാർക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. കരാറുകാർക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം അടുത്ത വർഷത്തെ പ്രോജക്റ്റുകൾ നമുക്കറിയാം തീർച്ചയായിട്ടും പെൻഡിങ്ങുകളാകും. ഇത് അക്യുമുലേറ്റ് ആകും. അപ്പോൾ അത് ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ ആകും. ശമ്പളവും പെൻഷനും തീർച്ചയായിട്ടും കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, ഇതൊരു ഇപ്പം പാകിസ്ഥാന് പോലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പാകിസ്ഥാനിലെ സാമ്പത്തിക അവസ്ഥ ഇല്ലേ, പരാജയം അല്ലെങ്കിൽ അരാജകത്വം, സാമ്പത്തികമായിട്ട് അവരുടെ അരാജകത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പം ഇത് അതിനേക്കാളിലും അല്ലെങ്കിൽ ഏകദേശം അതിനോടൊക്കെ ഈ നമുക്ക് തുലനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അരാജകത്വമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കേന്ദ്രം ഉള്ളത് കൊണ്ടും പിന്നെ കുറേ പ്രവാസികൾ ഉള്ളതുകൊണ്ടൊക്കെ ഇവിടുത്തെ സർക്കാരിന് മേല് നോവാതെ കാര്യങ്ങൾ ഷോ റൺ ചെയ്ത് പോകാം എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒക്കെ തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് വലിയ രീതിയിലുള്ള സോഷ്യോ ഇക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മിക്കേണ്ടതാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ കടമെടുപ്പിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. GSDP അല്ലെങ്കിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3%. അപ്പോൾ കേരളത്തിൻ്റെ ഈ ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ചിട്ട് കേരളത്തിൻ്റെ GSDP എന്ന് പറഞ്ഞാൽ 14,27,145 കോടിയാണ്. അതിൻ്റെ 3% എന്ന് പറയുമ്പം 42,814 കോടി രൂപ. പക്ഷേ അതിലൊക്കെ കൂടുതൽ വരും നമ്മളുടെ ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ കുറേ നമുക്ക് നികുതി പിരിച്ച് നമുക്ക് കുറേ റവന്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞ നമ്മളുടെ സംസ്ഥാന സർക്കാരിന് മീറ്റ് ചെയ്യേണ്ട എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നും ആ നികുതി വരുമാനത്തിൽ കൂടെ നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള വിവരണം ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കേരളം കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായി, നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മളിത് പറയുന്നുണ്ട്, കടമെടുപ്പിൻ്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ കടമെടുത്ത് നമ്മൾ ഇവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ഭരണം നിർവഹിക്കുന്ന ആ ഒരു രീതികളൊക്കെ തന്നെ എപ്പോഴും നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. പല വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ വർഷത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അമിതമായിട്ടുള്ള കടബാധ്യതകൾ ഈ പറഞ്ഞ കരാറുകാർക്ക് കൊടുക്കേണ്ടത്, ശമ്പളം കൊടുക്കേണ്ടത്, പെൻഷൻ കൊടുക്കേണ്ടത്, ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത്, മറ്റ് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏർപ്പെടേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനൊക്കെ ഈ പൈസ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് കേന്ദ്രം കനിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു വഴി. അപ്പോൾ അവിടെയും കേന്ദ്രത്തിൻ്റെ ഒരു എന്താണ് പറയുന്നത്, കേന്ദ്രത്തിൽ നിന്നുള്ളൊരു പിന്നെ ഈ തിരിച്ചടി ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നൊരു ഡബിൾ ഇമ്പാക്റ്റ് എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളം തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വീണ്ടും കേന്ദ്രത്തിലേക്ക് പോയി നമ്മളുടെ പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററിനെയൊക്കെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും കുറേയൊക്കെ കോംപ്രമൈസുകളും അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ അവിടെ നിന്ന് ഉണ്ടാകും. കാരണം കേരളവും കേന്ദ്ര സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്, തീർച്ചയായിട്ടും സംസ്ഥാനമായതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ ആശ്രയിച്ചല്ല, ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ചില വിട്ടുവീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത സമയത്ത് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.